പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നമ്മുടെ റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും, APL BPL റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, റേഷൻ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ പല സമയങ്ങളിലും വർധനവുണ്ടാകാറുണ്ട്, ചില സമയങ്ങളിൽ കുറവുണ്ടാകാറുണ്ട്. ഉത്സവ സീസണുകളിൽ ഇത് കൂടുതലായിട്ട് ലഭിക്കാറുമുണ്ട്. നമുക്ക് അതുപോലെ തന്നെയാണ് ഓണത്തോടനുബന്ധിച്ചും റേഷൻ ആനുകൂല്യങ്ങളിലൊക്കെ വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ, ക്രിസ്മസ് മാസത്തിൽ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ്, അതുപോലെ തന്നെ 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലുമാണ് മഞ്ഞ കാർഡിന്, അതായത് അന്ത്യോദയ അന്ന യോജന AAY കാർഡിന് ലഭിക്കുക. ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇത് കൂടാതെ തന്നെ മുൻഗണനാ കാർഡിന്, അതായത് പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും അത് സൗജന്യമായിട്ടാണ് കിട്ടുക. പിന്നെ ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇതിലൊന്നുമല്ല കാര്യങ്ങളിരിക്കുന്ന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വെള്ളക്കാർഡിനാണ്. വെള്ളക്കാർഡിന് ഒരു 10 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. ഇത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. 10 കിലോ അരി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുന്ന സമയത്ത് നമുക്ക് അത് BPL ലിസ്റ്റിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് വളരെ താഴെയുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വെള്ളക്കാർഡ് മാത്രമേ അനുവദിച്ച് കിട്ടുകയുള്ളൂ. അതിനുശേഷം മുൻഗണനാ ലിസ്റ്റിൽ ഒഴിവ് വരുന്നതിനനുസരിച്ചാണ് കാർഡിലേക്ക് മാറ്റം ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ 10 കിലോ അരി, ഒരു വീട്ടിലൊരു 4 പേരുണ്ട്, ഈ 10 കിലോ അരി കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നീലക്കാർഡിന് കാർഡിൽ ഓരോ അംഗത്തിന് 4 കിലോ അരി 2 കിലോ അരി വീതമാണ് 4 രൂപ നിരക്കിൽ ലഭിക്കുക. കൂടാതെ ഈ ഒരു നീലക്കാർഡിന് അധിക വിഹിതമായിട്ട് 5 കിലോ അരി കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാക്കുന്ന കാര്യം വെള്ളക്കാർഡുകാർക്കാണ്. വെള്ളക്കാർഡ് കുടുംബങ്ങൾക്ക് അവർ BPL ലിസ്റ്റിലേക്കുള്ള ആളുകൾ വലിയ ശതമാനം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തക്കതായിട്ടുള്ള പരിഗണന ഈ ഒരു വിഷയത്തിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൂടാതെ തന്നെ പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് 2 കിലോ അരിയാണ് ലഭിക്കുക 10 രൂപ 90 പൈസ നിരക്കിൽ, അതായത് NBI കാർഡ് ഉള്ള ആളുകൾക്ക്. ഇത് തന്നെയായാലും ഇത് കൂടാതെ തന്നെ ഡിസംബർ മാസത്തിൽ ലഭ്യത അനുസരിച്ച്, അതായത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് വൈദ്യുതിയുള്ള വീടുകളിലെ AAY PHH കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഉള്ള വീടുകളിലെ NPS NPNS കാർഡുകളിൽ 1/2 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാർഡിലെ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ഈ റേഷൻ ആനുകൂല്യങ്ങൾ, ഈ മണ്ണെണ്ണയുടെ ആനുകൂല്യം സാധാരണ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ, റേഷൻ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക.